എനിക്കത് പറയാൻ കിട്ടിയിട്ട് വയ്യ. ആ ഹോളൊന്ന് കഴിഞ്ഞോട്ടെ. ഇതൊക്കെ ഹായ് ബ്രോ. അപ്പോൾ Yeah. നമ്മൾ കഴിഞ്ഞ സെഷനിൽ യു എക്സ് എന്താണ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു ബ്രീഫൊക്കെ കൊടുത്തു. അതെ. ഇപ്പോൾ നമ്മളൊരു ഡിസൈൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് നമ്മുടെ ഇടയിലും അല്ലെങ്കിൽ ന്യൂ കമേഴ്സ് ആയിട്ടുള്ള പുതിയ പഠിച്ചു വരുന്ന ആൾക്കാർക്കും ഒക്കെ ഈ യു എക്സ് എന്ന് പറയുന്നൊരു ഫീൽഡിലേക്ക് വരണം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ വേറെ ജോലി ചെയ്യുന്ന ഒരു ഡിസൈനറായിട്ട് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇപ്പോൾ പുതിയൊരു ജോലി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഈ ഒരു മേഖലയ്ക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുള്ള ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് സംസാരിക്കാം. ഞാൻ ഞാൻ ആക്ച്വലി BSc ഗ്രാജുവേറ്റാണ്. BSc ഫിസിക്സാണ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന. അത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടപടിയില്ല. അപ്പോൾ എനിക്ക് ആർട്ടാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ എന്ന് പറയുന്നത്. ഞാൻ ഡിസൈനർ ആവണം, ആ ഒരു ലെവലിൽ വന്ന ആളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫൈൻ ആർട്സ് കോളേജിൽ BFA സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാനും ജിഷ്ണു ഒക്കെ പരിചയപ്പെടുന്നത്. ജിഷ്ണു ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ ജൂനിയർ ആയിരുന്നു, ഒരുമിച്ച് പഠിച്ചതൊക്കെയാണ്. അങ്ങനെ അപ്പം ഞാൻ പറയുന്നത് വേറെ 100 വഴികളുണ്ട് ഒരു യു എസ് സിറ്റിസൺ ആവാനായിട്ട്. ഉണ്ടാവുമായിരിക്കും. അതെ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിനെ പുറത്തുനിന്നുകൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത്. അതായത് എങ്ങനെ ഒരു മിനിമം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ യു എസ് സിറ്റിസൺ ആവാം, അതാണ് കാര്യം. ഞാൻ അധികം ഇൻവെസ്റ്റ് ചെയ്ത് വന്ന ആളൊന്നുമല്ല. സാധാരണ നമ്മളൊരു ഗവൺമെൻറ് കോളേജിൽ ലക്കിലി സീറ്റ് കിട്ടി, അവിടെ നിന്ന് പഠിച്ചു വന്ന് പിന്നെ ഇങ്ങനെ ഇതിലെത്തി എന്നുള്ളതാണ്. ഞാൻ ആ ജേണി പറയാം. അപ്പം ഞാൻ ഫൈൻ ആർട്സ് കോളേജിൽ കയറി. അവിടെ നിന്ന് പിന്നെ ഞാൻ അപ്ലൈഡ് ആർട്ടിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു. 4 years ഡിഗ്രി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏത് വർഷമായിരുന്നു അത്? 2016 ഞാൻ പാസ് ഔട്ട് ആവുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയിലുണ്ട്. ഡയറക്റ്റ് ജോയിൻ ചെയ്തത് ഞാൻ UAE തന്നെയാണ്. അപ്പോൾ കൊച്ചിയിലുള്ള റാപ്പിഡ് വാല്യൂ എന്ന കമ്പനിയിലാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില കമ്പനികളിൽ മാത്രമാണ് പ്രോപ്പറായിട്ട് ഒരു ഡിസൈൻ ഗ്രാജുവേഷൻ വേണം നിർബന്ധം. ബാക്കി എല്ലായിടത്തും ഇതൊരു കഴിവ്. പിന്നെ ചില കമ്പനികളെന്ന് വെച്ചാൽ അവരുടെ ഒരു ഇന്റേണൽ ഓഡിറ്റിംഗ്, ഇന്റേണൽ പർപ്പസിലൊക്കെ ആയിട്ട് അവർക്കൊരു ബെഞ്ച് മാർക്ക് ഉണ്ട്. ഈ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ആൾക്കാരൊക്കെ ഇതിൽ കയറാൻ പറ്റുള്ളൂ. വളരെ റയറാണ്. ഇപ്പോൾ ഒരു എലൺ മസ്കിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു റീസെന്റ്. ആ ടെസ്റ്റിലേക്ക് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഹയർ ചെയ്യണമെന്നുണ്ട്. ആ ഇതിൽ ഇങ്ങനെ മെയിനായിട്ട് കൊടുത്തുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എവിടെ നിന്ന് പഠിച്ചായിരിക്കും, പക്ഷേ കഴിവുണ്ടാവണം. ഇത്രയുള്ള ആ സ്കീമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. വലിയ എല്ലാ കമ്പനികളിലും അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ഡിസൈൻ ആയിട്ടുള്ള ഒരു ഗ്രാജുവേഷൻ നിർബന്ധമല്ല അങ്ങനെയൊക്കെ. പിന്നെ പണ്ട് എന്നുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസൈനർ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താ, ഇവൻ ആർട്ടിൽ പുലിയാണ്, പടം വരയ്ക്കാനാണ്, അങ്ങനെയൊക്കെ ഒരു തോട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെയൊന്നുമില്ല. അതെന്ന് വെച്ചാൽ അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഒരു ആർട്ടിസ്റ്റിന് ഒരു ഡിസൈനിലോട്ട് വരാൻ ഈസിയാണെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഇൻഡസ്ട്രി കണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബിടെക് പഠിച്ച ആൾക്കാർ ഇതിലോട്ട് വന്നിട്ടുണ്ട്, വേറെ കോഴ്സ് പഠിച്ച ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രോപ്പർ UX അല്ല പഠിച്ചിട്ടുള്ളത്. ഞാൻ അഡ്വർടൈസിങ്ങിൻ്റെ ആണ് പഠിച്ചത്. മെയിനായിട്ടുള്ള 4 years അപ്ലൈഡ് ആർട്ടിൽ ചെയ്ത ആളാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് വരുന്നത്. പിന്നെ നമ്മൾ വേണ്ടത് എല്ലാ കോഴ്സ് പഠിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ തറവായിട്ട് പഠിക്കണം, അത്രയേ ഉള്ള. ഇപ്പോൾ ഒരു അഡ്വർടൈസിങ് ചെയ്യുന്ന ആളെ പോലെ ആയിരിക്കില്ല UX വരുന്ന ആൾക്കാർ. ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇടണം എന്നുള്ളതാണ്. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ മെയിൻലി പറയുന്നത് ഗ്രാജുവേഷൻ അത് മറന്നേക്കുക. കാര്യം അതൊരു കൺസേൺ ആയിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇനി മറ്റേ ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ആളാണോ അല്ലയോ അതും മെയിനായിട്ടുള്ള പ്രശ്നമൊന്നുമല്ല. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ 9 years ആയി ഇൻഡസ്ട്രിയിൽ. ഞാനൊരു 9-10 വർഷം മുൻപത്തെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നൊക്കെ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ഈ UX എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിൽ ബൂം ചെയ്തിരിക്കുന്ന സമയമാണ്. അന്നൊക്കെ ഒരു ആർട്ടിസ്റ്റ് നല്ല കഴിവുണ്ട്. കാര്യം അന്ന് AI എന്നുപോലെ സാധനങ്ങളൊന്നും ഇല്ല. എല്ലാം ഫ്രം സ്ക്രാച്ച് വരച്ചുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ GPT-കകത്താണെങ്കിൽ വേറെ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ഇലിസ്ട്രേഷനും ഐക്കൺസും എല്ലാം കിട്ടും. അങ്ങനെ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. സോ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് എനി ഡിഗ്രി ആണ്. പ്ലസ് നമ്മുടെ ഒരു നല്ല പോർട്ട്ഫോളിയോ വേണം. കാര്യം എൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന സാധനമാണ് ഇപ്പോൾ റിക്രൂട്ടർ നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഡിസൈനർ നോക്കുന്ന സമയത്തോ ഞാൻ എന്നെ സെല് ചെയ്യുന്ന സാധനം എന്താ, ഞാൻ എന്നെ റെപ്രസെന്റ് ഈ പോർട്ട്ഫോളിയോ വെച്ചിട്ട് അത് കിട്ടലായിരിക്കണം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരാൾക്ക് ഇത് പഠിച്ചിട്ട് തന്നെ വരണമെന്ന്, അപ്പോൾ ഒരു കോഴ്സ് ചെയ്തിട്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു നോളേജ് എനിക്ക് ഉണ്ടായിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ പഠിക്കാൻ പറ്റിയിട്ടുള്ള കോളേജുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഏതൊക്കെയാണെന്ന്? ഓക്കെ, നമ്മൾ ഇതിൽ അഗെയിൻ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് കോഴ്സ് പഠിക്കുവാണെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അങ്ങനെ കോഴ്സ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലുണ്ട്. NID ഉണ്ട്, IIT ഉണ്ട്, NIFT ഉണ്ട്, പിന്നെ ഇപ്പോൾ MID എന്ന ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. പക്ഷേ പൈസ മുടക്കാൻ ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഇതിലേതിലും പോവാം. പ്ലസ് എൻട്രൻസ് ഉണ്ട്, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതല്ലെങ്കിൽ ഇതുപോലെ തന്നെ BFA പോലെ നമ്മൾ ഫൈൻ ആർട്സ് കോളേജുകളുണ്ട്, ഇതിലും പഠിക്കാം. ഡിസൈനിൻ്റെ ബേസ് കിട്ടും. ബാക്കിയുള്ള NID IIT ആണെങ്കിൽ UXനായിട്ടുള്ള പ്രത്യേകം കോഴ്സുകൾ തന്നെയുണ്ട്, അത് പഠിച്ചിട്ട് കയറാൻ പറ്റും. അല്ലാതെ പറയുമ്പോൾ പിന്നെ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ നമുക്ക് വേറെ ജോലിയും പോലെ ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. അതെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു UX എന്ന് പറയുന്ന ഒരു
സംഭവം. ഉം. അത് എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അതിലെങ്ങനെയാണ് ഈ ഒരു UX എന്ന് പറയുന്ന ഒരു സംഭവം വർക്ക് ആവുന്നത്? ഓക്കെ. ആ ഒരു കമ്പനിയുടെ ബിസിനസ്സിനെ ഇത് എങ്ങനെയാണ് സഹായിക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് അറിയോ? അറിയാലോ, നമ്മൾക്ക് ഒരു ഉപകാരം ഇല്ലാണ്ട് ഒരാളെ ഒരു കമ്പനി ഹയർ ചെയ്യില്ല എന്ന് ഉറപ്പല്ലേ. ഒരു UX ഒരു UX ഡിസൈനറിന് ഇത്രയും ഒരു ശമ്പളം കൊടുത്തിട്ട് ഒരു കമ്പനി ഇരുത്തുന്നെങ്കിൽ അയാൾ അവിടെ എന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു 9-10 വർഷം മുൻപത്തെ ഒരു സ്റ്റോറി എടുക്കുവാണ്. അന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിൽ UX ബൂം ചൊല്ലിക്കുന്ന സമയമാണ്. അന്നത്തെ ഒരു പർപ്പസ് എങ്ങനെ അറിയാമോ? ഒരു ഓഫ്ലൈൻ പ്രൊഡക്ട്സുകൾ ഉണ്ടല്ലോ, ഈ ഓഫ്ലൈൻ പ്രൊഡക്ട്സിനെ ഓൺലൈനിലേക്ക് മാറ്റുക. ആ ഒരു സമയമായിരുന്നു. അതായത് ഓഫ്ലൈനിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഓൺലൈനിലേക്ക് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇപ്പോൾ ബാങ്കിങ് ഉണ്ട്, അവരൊരു ആപ്പ് തുടങ്ങുന്നു, യു ക്യാൻ ഇന്ററാക്ട്, അങ്ങനെ ആ ഒരു സംഭവമായിരുന്നു. അന്ന് ഒരു കയറി വരുന്ന സമയമാണ്. അപ്പം അന്ന് ഉണ്ടായിരുന്ന കമ്പനീസിന്റെ ആവശ്യമാണെങ്കിലും യൂസേഴ്സിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു ബാങ്കിങ് എടുക്കുകയാണ്, ഞാൻ ഇപ്പോൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല. പകരം എനിക്ക് എൻ്റെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം. ആ ഒരു ബേസിക് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവഞ്ച്വലി എന്താണെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾ ഓൺലൈനിലേക്ക് മാറ്റി, ദെൻ പ്രോബബ്ലി ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. ആ ഒരു തോട്ടായി. കാര്യം ആൾക്കാർ പിന്നെ സ്പെൻഡ് ചെയ്ത് തുടങ്ങി, ഒരുപാട് ലാഭമല്ലേ. ഇപ്പൊ എനിക്ക് ബസ് കയറി ബാങ്കിൽ പോയി ഒരു ആവശ്യമില്ല, എനിക്ക് വീട്ടിലിരുന്ന്. പക്ഷെ എന്തായാലും അവിടെ ഒരു പ്രശ്നം വരുന്നത് ട്രസ്റ്റ് ആണ്. ഞാനവിടെ ഇവിടെ നിന്ന് ഓൺലൈൻ ചെയ്യുമ്പോഴത്തേക്ക് ശരിയാവും, അങ്ങനെ സംഭവം. ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ട്രസ്റ്റ് ഫാക്ടർ വേണം, ഈസി ആയിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവഞ്ച്വലി എന്ത് ചെയ്തു, ബിൽഡ് ചെയ്ത് കയറി വന്ന് ഇപ്പോൾ ഒരു AI വരെ എത്തിയിട്ടുണ്ട്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എവറിത്തിങ് അല്ലേ AI ചെയ്തോളാം സ്റ്റേജ് വരെ എത്തിയുള്ള ഒരു സ്റ്റേജ് എത്തി ഇപ്പം. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ അഗൈൻ ഞാൻ പറയുവാണെങ്കിൽ ഒരു കമ്പനി എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ഏതൊരു കമ്പനിയും ഇതിന് ഒരു ഐഡിയ, ഒരു ഒറിജിനൽ ഐഡിയ ഒരാളുണ്ടാവും. പിന്നെ ഇതിന് ബിസിനസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്ന ഒരാളുണ്ട്, ഇതിന് ടെക് സപ്പോർട്ട് കൊടുക്കുന്ന വേറൊരാളുണ്ട്, ഇതിന് വിഷ്വലി ഒരു ഇന്റർഫേസിലേക്ക് മാറ്റുന്ന ഒരു ടീമുണ്ട്, ഇതിന് ഫണ്ട് ചെയ്യുന്നൊരു ടീമുണ്ട്, ഇതിന് മാർക്കറ്റ് ചെയ്യാൻ വേറൊരു ടീമുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഒരു കോൺട്രിബ്യൂഷനാണ് ഒരു സക്സസ്ഫുൾ കമ്പനി എന്ന് പറയുന്നത്. അതിൽ ആരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അതുപോലെയാണ് ഒരു UX എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു ഡിജിറ്റലി വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഈ പ്രൊഡക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് UX എന്ന് പറയുന്നത്. കാര്യം ഇപ്പം ഞാനൊരു ഇ-കോമേഴ്സ് എടുക്കുവാണ്, ഈ ഇ-കോമേഴ്സിൻ്റെ മേജർ ബിസിനസ് നടക്കുന്നത് എങ്ങനെയാണ്? ത്രൂ ഇൻ്റർഫേസ് അല്ലേ, ഡിജിറ്റലി ആണ്. സോ ആ ഇൻ്റർഫേസിനകത്ത് ഒരു നല്ല എക്സ്പീരിയൻസ് അല്ല എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ യൂസേഴ്സിന് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാൻ ഫോർ എക്സാമ്പിൾ MMT ഞാൻ കേസിൽ പറയുവാണെങ്കിൽ, MMT പോലത്തെ ഒരു കമ്പനിയിൽ ഇതുപോലെ വേറെ കുറേ കമ്പനികളുണ്ട്. യൂസേഴ്സ് എന്തുകൊണ്ടാണ് MMT വരുന്നത് വെച്ചാൽ ആ എക്സ്പീരിയൻസ് കിട്ടില്ലായതുകൊണ്ടാണ്, ട്രസ്റ്റ് കിട്ടില്ലായതുകൊണ്ടാണ്. അപ്പം ഇപ്പോൾ യൂസർ തോന്നുവാണ് ഞാൻ ഇവിടെ നിന്നിട്ട് ഐ ഡോണ്ട് ഫീൽ ഗുഡ് എന്ന് പറഞ്ഞാൽ അവർ അടുത്ത കമ്പനി നോക്കി പോകും. സോ ആ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാൻ ഒരു യൂസർ എക്സ്പീരിയൻസ് തന്നെ പറ്റുള്ളൂ. ആ ഒരു റീസൺ കൊണ്ടാണ് ഇപ്പം ഈ UX ഒക്കെ ഇത്രയും ബൂമായി നിൽക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഇനി ആസ് എ ഡിസൈനർ എന്നുള്ള രീതിയിൽ ഈ മേഖലയിലേക്ക് വരുമ്പോഴുള്ള മറ്റു സാധ്യതകൾ എന്തൊക്കെയാണ്? മറ്റു സാധ്യത എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി പൈസയാണല്ലോ. തീർച്ചയായും പൈസ കഴിഞ്ഞാൽ പിന്നെ ഫ്രീലാൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റവും കൂടുതലാണ്. അത് ചില കമ്പനികളിൽ അത് ചെയ്യാൻ പറ്റും, ചിലത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എങ്കിലും നിങ്ങളിപ്പോൾ UX പഠിച്ചു, നിങ്ങൾക്കൊരു കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിന്ന് മൂവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ യു ക്യാൻ ഡു ദാറ്റ്. ഫ്രീലാൻസ് ഒരു ഓപ്പർച്യൂണിറ്റി ഇതിനകത്ത് ഏറ്റവും കൂടുതലാണ്. പിന്നെ എല്ലാത്തിനും പുറമെ ഞാനൊക്കെ ഡിസൈൻ പഠിച്ച സമയത്ത് എൻ്റെ മെൻറ്റേഴ്സ് പറഞ്ഞൊരു വാക്കുണ്ട്, അവർ ഏറ്റവും പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ എമ്പതി എന്ന് പറയും. എമ്പതി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഡിസൈൻ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളൊരാളെ അയാളുടെ പോയിന്റിൽ നിന്ന് കാണാൻ പഠിക്കുക. ഞാൻ എന്നെ മാത്രമല്ല ആളെയും കൂടെ കാണാൻ പഠിക്കുക. അപ്പം നമ്മൾ ഒരിക്കലും ഡിസൈൻ ചെയ്യണതേ എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ പ്രോബ്ലം സോൾവിംഗ് ആണ്, ഞാൻ വേറൊരാൾക്കാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം എൻ്റെ നാട്ടിൽ ഒരു 50 വയസ്സുള്ള ഒരു അപ്പൂപ്പനുണ്ട്. അയാളുടെ വാർദ്ധക്യം സമയത്തുള്ള ഏതൊക്കെയോ സാധനങ്ങൾ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ വേണം. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ചെയ്തൊരു കാര്യമില്ല, ഭയങ്കര കളേഴ്സ്. അപ്പം ഞാൻ ആളുടെ സൈഡിൽ നിന്നാണ് തിങ്ക് ചെയ്യാൻ നോക്കുന്നത്. ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ ഡിസൈനിൽ ആദ്യം പയറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ ആക്ച്വലി യൂസ്ഫുൾ ആണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും അതുപോലെ അവരുടെ സൈഡിൽ തിങ്ക് ചെയ്ത് തുടങ്ങും. അങ്ങനെ കുറെ ഗുണങ്ങളൊക്കെ ആരാണോ യൂസ് ചെയ്യുന്നത് കറക്റ്റ് സൈഡ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതിനെ കൺവേർട്ട് വരും. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് മാത്രമല്ല, ഞാൻ അവരുടെ സൈഡിൽ നിന്ന് കൂടെ തിങ്ക് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. മെയിൻ കാര്യങ്ങളൊക്കെയാണ് നല്ല കാര്യം. ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ ഞാനും ജോലി ചെയ്യുന്നുണ്ട്, വേറെ മേഖലയും ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് കഴിവുള്ള കോവിഡൊക്കെ വന്നതിന് ശേഷം മനസ്സിലായില്ലേ, കഴിവുള്ള ആൾക്കാർ മാത്രം ആക്ച്വലി നിൽക്കാൻ പറ്റിയ ടൂപ്പ്. അപ്പം നമുക്ക് ഇതിലാണോ സ്കില്ല് അതിലോട്ട് വരാന്നുള്ളതാണ്. UX എന്ന് പറഞ്ഞാൽ നോക്കിയപ്പോഴത്തേക്കും ബെറ്റർ പേ സ്കെയിൽ, പിന്നെ ഫ്രീലാൻസ് ചെയ്യാൻ പറ്റും, പിന്നെ അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു.